ചൈനയിൽ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ വർഷം ആദ്യ പാദത്തെ അപേക്ഷിച്ച് 5.1% കുറവ് രേഖപ്പെടുത്തി. ഈ വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ ഔദ്യോഗിക കണക്കുപ്രകാരം 4.7% മാത്രമായിരുന്നു വളർച്ച. 5% വളർച്ചാ ലക്ഷ്യമെത്തിക്കാനുള്ള ശ്രമങ്ങൾ വെല്ലുവിളി നിറഞ്ഞതായി തുടരുകയാണെന്ന് ചൈനയുടെ ചീഫ് എക്കണോമിസ്റ്റ് ലിൻ സോങ് പറഞ്ഞു. പാർലമെന്റിൽ 35-ലധികം ബില്ലുകൾ അവതരിപ്പിക്കാനൊരുങ്ങി ബ്രിട്ടനിലെ പുതിയ സർക്കാർ. സാമ്പത്തിക വളർച്ച പ്രധാന അജണ്ടയായ ബില്ലുകളാണ് അവതരിപ്പിക്കുന്നതെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള മേഖലകളിൽ സ്ഥിരത കൈവരിക്കുവാനും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുവാനുമാണ് പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. UAEയിൽ മന്ത്രിസഭാ പുനഃസംഘടന പ്രഖ്യാപിച്ച് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ മുഹമ്മദ് ബിൻ റാഷിദ്. പുതിയ ഉത്തരവ് പ്രകാരം ഹംദാൻ ബിൻ മുഹമ്മദിനെ ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചു. ഇതിനു പുറമെ പ്രതിരോധ മന്ത്രി സ്ഥാനവും ഹംദാൻ ബിൻ മുഹമ്മദ് വഹിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ അംഗീകാരത്തോടെയാണ് പുതിയ മന്ത്രിസഭ രൂപീകരിച്ചത്. തായ്വാൻ അതിർത്തിക്ക് സമീപം ചൈന സൈനിക പ്രവർത്തനം വർദ്ധിപ്പിച്ചതായി തായ്വാൻ സുരക്ഷാ സേന റിപ്പോർട്ട് ചെയ്തു. മേഖലയിൽ ചൈനയുടെ 1-ലധികം യുദ്ധവിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും സാന്നിധ്യമുള്ളതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെ 6 മണി വരെയുള്ള കണക്ക് പ്രകാരം 10 ചൈനീസ് വിമാനങ്ങളും 6 ചൈനീസ് കപ്പലുകളും തായ്വാനിന് സമീപം കണ്ടെത്തി. മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പാകിസ്ഥാനിൽ മാധ്യമപ്രവർത്തകൻ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. ഖൈബർ പഖ്തൂൺഖയിലെ നൌഷേര നഗരത്തിലാണ് സംഭവം. ഹസൻ സൈബ് എന്ന പ്രാദേശിക പത്രപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ അജ്ഞാതർ പത്രപ്രവർത്തകന് നേരെ വെടിയുതിർക്കുകയായിരുന്നു.